ഫെബ്രുവരി 20 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ചിരിക്കാനുള്ള ആഗ്രഹം എന്ന തലക്കെട്ടോടുകൂടി രണ്ടാമത്തെ പടിയുടെ ലേഖനത്തിൽ നിന്നാണ് 25-ാമത്തെ പേജിൽ. അപ്പോൾ അവിടെ പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡീനേലുകൾ മദ്യത്തിനെ മാറ്റി നിർത്തിയിട്ട് തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമുക്കുണ്ടാകും നമ്മുടെ ഉള്ളിൽ നമ്മളിത് എത്ര കണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തതാണെന്ന് പറയുന്ന ആ മനോഭാവത്തെ വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നൊരു ഡെയിലി റിഫ്ലക്ഷനാണ്. കാരണം മുന്നേ കടന്നുപോയ ഓരോ പഴമക്കാരും നമ്മൾ അന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നു, നമ്മളിവിടെ പരാജയം സമ്മതിക്കണമെന്ന് പറയുന്നു. ആ പരാജയം സമ്മതിച്ചു കഴിഞ്ഞിട്ട് എല്ലാ തരത്തിലും പരാജയം സമ്മതിക്കണം, നിന്നെ കൊണ്ട് പറ്റില്ല, പിന്നെ ഒരു വലിയ ശക്തി വേണം നിന്നെ ഇതൊന്ന് രക്ഷിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലേക്കൊരു കാര്യമൊക്കെ ഉള്ളത്? എന്നെ കൊണ്ട് കുടിക്കാനും കുടിക്കാതിരിക്കാനൊക്കെ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ, അതേപോലെ ഇനി മദ്യം പ്രശ്നമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ മദ്യമല്ലാത്ത സമയത്തൊക്കെ ഒരു സദാചാരവാദിയുടെ ജീവിതം ഞാൻ നയിക്കേണ്ടത് എന്തിനാ? അല്ലെങ്കിൽ ദൈവവിശ്വാസം നീ കരുതിയതല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തിനാ പറയണത്? എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട, ഞാൻ അറിഞ്ഞതും കേട്ടതും അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് ശരി എന്ന ആ മനോഭാവം. ഇതെല്ലാം എന്തുകൊണ്ടാട്ടാവുന്നു? നമ്മുടെ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ വാശികൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഇത്തരം അവസ്ഥകളിലൂടെയെല്ലാം നമ്മളും കടന്നു പോയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പുതുതായിട്ട് കടന്നു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാനായിട്ട് ചില ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും, ചില ആളുകൾക്ക് മനസ്സിലാവുകയില്ല. അവിടെയുണ്ട് ഇതിൻ്റെ കുഴപ്പം. രണ്ടാമത്തെ പടി വളരെ കൃത്യമായിട്ട് എന്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ വലിയ ശക്തി, നമ്മുടെ ജീവിതം ഏതൊക്കെ രീതിയിലേക്കാണ് മാറിപ്പോയിട്ടുള്ളത്, പിന്നീട് ആ കാര്യങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ എവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്, ആ പ്രവർത്തിപ്പിക്കാനായിട്ട് ഏതൊരു ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിൽക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് അവരോട് വേറൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അത് ഓരോ മനുഷ്യരും മനസ്സിലാക്കി അവരുടേതായ ആ ദുർബലതകൾ അറിയുകയും ആ ദുർബലതകളുടെ കാര്യങ്ങളിൽ ഈ പറയുന്ന ആശയം പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആശയങ്ങൾ മാത്രമല്ല ലോകത്ത് എന്ന് കരുതാനായിട്ട് നമുക്ക് സാധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തായി, നമ്മളൊരു ഒട്ടോപ്പിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. നമ്മളും വിചാരിക്കണതും പറയണതും ചിന്തിക്കണതും മാത്രമാണ് ഈ ലോകം. ഇത് തന്നെയാണ് നമ്മുടെ വീണ്ടും മധ്യത്തിലേക്ക് പോകുന്നതിൻ്റെ കുഴപ്പം. നമുക്ക് മറ്റൊരാൾക്കാരെ ഉൾക്കൊള്ളാനോ മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനോ മറ്റാളുകൾക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതാനോ ഒന്നും തന്നെ സാധ്യമായിരുന്ന ആളുകളല്ല. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കീഴടങ്ങാൻ തുടങ്ങുന്നതിൻ്റെ അടുത്ത പടിയാണ് രണ്ടാമത്തെ പടിയിൽ മറ്റ് ആശയങ്ങളെ അംഗീകരിക്കുക എന്നത്. അത് രണ്ടാമത്തെ പടിയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കുക മാത്രമല്ല, അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നേരിടാൻ, അവിടെയുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ, അതെല്ലാം നമ്മുടെ കൂട്ടായ്മയിൽ നമ്മളിത് പരിശീലിക്കുമ്പോൾ തീർച്ചയായിട്ടും പുറത്ത് നമുക്കത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഈ പഴമക്കാർ നമ്മളെ കണ്ട് ചിരിച്ച പോലെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളെ ഓർത്ത് ചിരിക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്തൊരു ഇഡ്ഢിത്തരമായിരുന്നു അന്ന് കരുതിയിരുന്നത്, ആ വലിയ ശക്തി എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചൊക്കെ എൻ്റെ കാഴ്ചപ്പാട് എത്ര വികലമായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ചിരിക്കാം. നമ്മുടെ ദുരിതങ്ങളും നമ്മൾ നോക്കിയിട്ടില്ലേ? നമുക്ക് വലിയ പ്രശ്നങ്ങളും ടെൻഷനൊക്കെ കടന്നത് നമ്മളത് കടന്നു വന്ന് ഇന്ന് നിൽക്കുന്ന മുഹൂർത്തത്തിൽ നമ്മളത് ചിരിക്കാറുണ്ട്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. കാരണം അത് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പ്രശ്നമാണ്. പക്ഷെ അത് മറികടന്ന് നമ്മളിന്ന് നിൽക്കുന്ന ആ മുഹൂർത്തത്തിലെത്തുമ്പോൾ അതിനെ നോക്കി ചിരിക്കാനായിട്ട് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ അബദ്ധങ്ങളും നമ്മുടെ കുഴപ്പങ്ങളും, ആ കുഴപ്പങ്ങൾ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മകളും തെറ്റല്ല. പക്ഷെ ആ അറിവില്ലായ്മകളെ അലങ്കാരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റാണ്. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ രണ്ടാമത്തെ പടിയെക്കുറിച്ച് മനസ്സിലാക്കാതെ ഈ പ്രോഗ്രാം പ്രവർത്തിക്കില്ല. ഈ പ്രോഗ്രാം പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ നമ്മൾ കമ്പയർ ചെയ്യുകയും അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറയുകയും നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാറ്റാതെ നമ്മൾ അതിന് ന്യായീകരണം പറയുകയും ചെയ്യും.
അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല തെറ്റായ രീതിയിലായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെ കൊണ്ട് പ്രയോജനപ്രദമാകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവണം. നമുക്ക് മാറ്റം ഉണ്ടാവണം നമ്മുടെ ദുർബലതകൾ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാതെ അതിനെ മാറ്റാൻ. അപ്പോൾ മാത്രമാണ് അതിനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇത്ര വിഡ്ഢിത്തരങ്ങളാണ് പറഞ്ഞതെന്ന് അംഗീകരിക്കാനും അതിനെ നോക്കി നമുക്ക് ചിരിക്കാനും ഒക്കെ സാധ്യമാകൂ എന്ന വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നുവരും. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്നത് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.